വർഷമായി ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ തിയറിയും ലോഞ്ചിങ് ഫോർമുലയും കൈക്കലാക്കാനുള്ള ഈ ശ്രമം തുടങ്ങിയിട്ട് കൂടെ നിൽക്കുന്ന സയന്റിസ്റ്റുകൾക്ക് ചോദിക്കുന്ന തുകയ്ക്കുള്ള ചെക്കുകൾ നൽകിയാൽ മാത്രം പോരാ, മുഴുവൻ രേഖകളും പകരം കൈപ്പറ്റാനുള്ള മിടുക്ക് കാട്ടണം. എന്നെ കുറ്റപ്പെടുത്തരുത്. തമ്പിയും പെരുമാളും വത്സലകുമാറും പരമാവധി നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ചില സാങ്കേതിക കാരണങ്ങളാൽ എല്ലാ രേഖകളും ഒന്നിച്ചു തരാൻ വേണ്ട, ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. കോടികൾ പ്രതിഫലം തന്ന് വിദേശ ഏജൻസികൾ നമ്മളോട് ആവശ്യപ്പെട്ടത് ബാങ്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറോ 10ാം ക്ലാസ്സിന്റെ കണക്ക് പുസ്തകമോ അല്ല, ISROയിൽ സൂക്ഷിച്ച രേഖകളാണ്. ഒരു മിന്നൽ ആക്രമണത്തിലൂടെ നമ്മൾ അത് കൈക്കലാക്കും. അതുവരെ മണികണ്ഠൻ മന്ത്രിയായി തുടരണം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാർ? അവരെ പുറത്തു വിട്ടാൽ ആ വിടുവായ എല്ലാ വിവരങ്ങളും പുറത്തു പറഞ്ഞാലോ? എന്റെ കർത്താവേ, ഞാൻ ആകെ ടെൻഷനിലാണ് സാർ. അലക്സ്, ഭയപ്പെടണ്ട. മണികണ്ഠൻ മന്ത്രിയായി കാറിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ബോംബ് പൊട്ടുന്നു, മണികണ്ഠൻ മരിക്കുന്നു. That's all. മണികണ്ഠൻ മന്ത്രിയായി കാറിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ബോംബ് പൊട്ടുന്നു, ഗണ്ഠൻ മരിക്കുന്നു. That's all. കടവുളേ, ഞാനാണ് ദേവൻ. എന്നെ കൊല്ലരുത്. വേണുവേട്ടനെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, കൊല്ലാനല്ല. പറയൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? വേണുവേട്ടൻ പേടിക്കണ്ട, എല്ലാ കരുതലോടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ ചിലര് കൊല്ലാൻ ശ്രമിക്കുന്നു. ആരെന്ന് പറ. പറയൂ. വേണുവേട്ടൻ കഥ തുറക്ക്. ഞാനാ പറയുന്നത്, ധൈര്യമായിട്ട് ചെന്ന് കഥ തുറക്ക്. തുറക്കാൻ. സാർ, 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 ഇദ്ദേഹം മിസ്റ്റർ ജോൺ ജാനി. തുമ്പ റെസിസ്റ്റന്റിൽ നമ്മൾ നടത്തുന്ന ഓപ്പറേഷന്റെ മുഴുവൻ ചാർജ് ഇദ്ദേഹത്തിനാണ്. ഓപ്പറേഷൻ? ആർക്ക് ഓപ്പറേഷൻ? അതായത് സാർ, നമ്മൾ നേരത്തെ പറഞ്ഞ് തീരുമാനിച്ചതുപോലെ റോക്കറ്റ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ടെക്നോളജി അടക്കം സകല രഹസ്യരേഖകളും തട്ടിയെടുക്കുക. നാളെ ലോഞ്ചിങ് നടക്കുമ്പോൾ മിക്ക ശാസ്ത്രജ്ഞന്മാരും ഒത്തുകൂടുന്ന ആ കെട്ടിടം RDX വെച്ച് തകർക്കുക. ഈ പ്ലാനിങ് മുഴുവൻ സാറിന്റെ ആഗ്രഹപ്രകാരമാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ബോധ്യമാവുന്നില്ല. വളരെ റിസ്ക് ഉള്ള ഒരു ജോലിയാണിത്. പിഴച്ചാൽ നമ്മളിൽ പലർക്കും അപകടം സംഭവിക്കും. ഒരു വിദേശ ഏജൻസിയുടെ മുഴുവൻ ശത്രുതയും നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് മിനിസ്റ്റർ നേരിട്ട് കണ്ട് ബോധ്യം വന്ന ശേഷമേ ഈ കാര്യം ചെയ്യൂ എന്ന് ഞങ്ങൾ ശഠിച്ചത്. ഇപ്പൊ ബോധ്യമായില്ലേ? ഇനി താമസിക്കണ്ട, നമുക്ക് സമയം അധികമില്ല. കാര്യങ്ങൾ വേഗം നടത്തണം. വരൂ. സിന്ധു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. വേഗം CM വിളിക്ക്. ഫോണൊക്കെ അവർ കട്ട് ചെയ്തിരിക്കുക. വഴിയുണ്ട്. അതൊക്കെ പറയാം. സെക്യൂരിറ്റി ഓടി വരണേ, എന്നെ കൊല്ലുന്നേന്ന് വിളിച്ചു പറ. എന്തിനാ? വിളിച്ചു പറ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. സെക്യൂരിറ്റി ഓടി വരണേ, എന്നെ കൊല്ലുന്നേ. സെക്യൂരിറ്റി ഓടി വരണേ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. ഇവന്റെ എളി തോക്കിക്കൊണ്ടിരിക്കുക. എടുക്കരുത്. അവരോട് തോക്ക് താഴെ ഇടാൻ പറ. തോക്ക് താഴെ ഇടൂ. തോക്ക് താഴെ ഇടൂ. നടക്ക്, നടക്ക്. മാറോ. എല്ലാവരും അകത്ത് കയറും. അകത്ത് കയറാൻ.
ഒരു ഭയം വരട്ടെ മുഖത്ത്. ആ. നടക്ക. ദേവേട്ടാ, എന്താ ഇത്? മിണ്ടരുത്. ഏട്ടന് ചേട്ടാ, മോനെ നീ എന്താ ഈ കാണിക്കുന്നത്? തുമ്പ സ്പേസ് റിസർച്ച് സെന്ററിലേക്കാണ് ഞാൻ മന്ത്രിയെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചോളൂ. നടക്കാൻ. Come on, shoot! എവിടെ പോകുന്നു വേണോട്ടെ? ഈ വീട്ടിൽ എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഞാനിപ്പോ വരാം. ദേവൻ വണ്ടി ഇരിക്കേ. അമ്മൂമ്മേ, അമ്മൂമ്മേ. മോനെ മണി, വൈദ്യര് നിന്നെ വിട്ടതാണോ അതോ നീ ചങ്ങല പൊട്ടിച്ചിറങ്ങി വന്നതാണോ? നിന്റെ ഭ്രാന്ത് മാറിയോ മോനെ? ഭ്രാന്തോ? എനിക്കോ? ഏത് വൈദ്യര്? അമ്മൂമ്മ എന്താ പറഞ്ഞ? അമ്മൂമ്മയ്ക്കാ ഭ്രാന്ത്? എന്റെ ദൈവമേ, എടാ ഞാനും കനകവും നിന്നെ കാണാൻ ദിവസവും വൈദ്യമർത്തി വന്നത് നിനക്ക് ഓർമ്മയില്ല? അമ്മൂമ്മ തെളിച്ചു പറ, എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല. ഞാൻ മന്ത്രിയാണെന്നും പറഞ്ഞ് നീ കിടന്ന് ബഹളം വെച്ചപ്പം
ആ നാഗയ്യ നിന്നെ കെട്ടിയെടുത്ത് വൈദ്യമടത്തി കൊണ്ടുപോയത് നീ മറന്നുപോയോ? അപ്പ മന്ത്രി ചത്തിട്ടില്ല. വൈദ്യമടം ഭ്രാന്ത്. അമ്മമ്മേ, എന്നെ കൊണ്ടുവിട്ട വണ്ടിയിൽ ഒരു താടിക്കാരനുണ്ട്. അവന്റെ കൈപ്പെട്ട ആപത്താ. അവൻ വന്നാ എന്നെ കണ്ടിട്ടേ ഇല്ലെന്ന് പറ. എവിടെ പോയെന്ന് ചോദിച്ചാ? ഞാൻ ചത്തുപോയെന്ന് പറ. കണ്ടതിന്റെ പ്രായത്തെയാണെന്ന് പറ. ഞാൻ വെടിവെച്ച കൊല്ലം അമ്മയുടെ വീട്ടിലോട്ട് പോവാ. പോരെ കത്തുമ്പോഴാണോ ഈ തള്ള വാഴ വെട്ടുന്നത്? എന്റെ തള്ളേ. മണികണ്ട, എന്നെ ഉപദ്രവിക്കരുത്. നടന്നതെല്ലാം ഞാൻ പറയാം.